ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റൈഡ് പോകാനുള്ള പ്ലാനിലാണ്. ബട്ട് സ്റ്റാർട്ടിങ് തന്നെ നെഗറ്റീവ് അടിച്ചുകൊണ്ട് നമുക്ക് റൈഡ് ക്രോസ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. വെയിറ്റിംഗ്. സോ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സൺഡേ റൈഡിന് ഇറങ്ങിയതാണ്. രാവിലെ ഒരു 6 മണിക്ക് ഇറങ്ങണം എന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. പോയിട്ട് നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് ലഞ്ചിന് മുമ്പ് തിരിച്ച് വീട്ടിലെത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ രാവിലെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് നമുക്കത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡ്രോപ്പ് ചെയ്യണോ എന്നുള്ള പ്ലാനിലൊക്കെ നിന്നപ്പോഴത്തേക്കും ഒരു 6:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മഴ കുറഞ്ഞു. അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ആനയാടിക്കുത്ത് വാട്ടർഫോളിലോട്ടാണ്. തൊമ്മൻകുത്തിൻ്റെ അടുത്തുള്ള ഒരു വാട്ടർഫോളാണ് ഈ ആനയാടിക്കുത്ത് വാട്ടർഫോള്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ആലുവയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആലുവ, പെരുമ്പാവൂര്, മൂവാറ്റുപുഴ, അവിടെ നിന്ന് നമുക്ക് തൊമ്മൻകുത്ത് ആ ഒരു റൂട്ടിലാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇന്നും നമ്മളിവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. തുരുത്തുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഐലൻഡ് പോലത്തെ ഒരു സംഭവമാണ്. അത് കഴിഞ്ഞിവിടെ ഒരു പാലം. ഈ പാലത്തിൽ വൈകിട്ടൊക്കെ വന്ന് ഇരിക്കാൻ നല്ല രസമാണ്. പിന്നെ കൂടുതലും ആൾക്കാരെ അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലത്തിൻ്റെ റൈറ്റ് സൈഡിൽ ആണ് നമ്മുടെ അൽസാജ് എന്നൊക്കെയുള്ളൊരു റെസ്റ്റോറൻ്റൊക്കെ ഉള്ളത്. അത്യാവശ്യം ഫേമസ് റെസ്റ്റോറൻ്റ് ആണ്. ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. അത് വരുന്നത് റൈറ്റ് സൈഡിലാണ്. അൽസാജ് കവാലി എന്നൊക്കെ പറയുന്ന സ്ഥലം. ഇവിടെ നിന്ന് ഒരു ഫ്രണ്ട് ഇവിടെ നിന്ന് ജോയിൻ ചെയ്യാനുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് പെരുമ്പാവൂര്, മൂവാറ്റുപുഴ പിടിക്കാനാണ് നമ്മുടെ പ്ലാൻ. എന്തൊറ്റി ഇതിനകത്ത് നിന്ന് പോവാ നമുക്കതാ. സോ തോട്ടുമാവൻ സൈഡിൽ നിന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. KLX-ലാണ് പുള്ളി ജോയിൻ ചെയ്തേക്കുന്നത്. ആ വണ്ടി ഞാൻ പേഴ്സണലി ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എനിക്ക് വണ്ടി ഭയങ്കര ചെറിയ പോലെ ഫീൽ ചെയ്തു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് മൂവാറ്റുപുഴ പോകുന്ന റൂട്ടിലോട്ടായിരിക്കും പോകാൻ പ്ലാൻ ചെയ്യുന്നത്. മൂവാറ്റുപുഴയിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സ് നമുക്ക് ജോയിൻ ചെയ്യും. പിന്നെ അവിടെ നിന്നായിരിക്കും നമ്മൾ ആനയാടിക്കുത്തിലോട്ട് റൈഡ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇന്ന് സൺഡേ മോർണിംഗ് ആയതുകൊണ്ട് ഇന്ന് വലിയ ബ്ലോക്കില്ല. അല്ലാതെ പീക്ക് ടൈമിലൊക്കെ നല്ല ബ്ലോക്കുള്ളൊരു ഏരിയ ആണത്. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 7:30 ആയിട്ടുണ്ട്. ഇതൊരു ക്ലൗഡി ഫീൽ ആയതുകൊണ്ട് സൂര്യൻ അങ്ങോട്ട് അത്ര ബ്രൈറ്റ്നെസ് ഇല്ല. യെസ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ പെരുമ്പാവൂർ ടൗൺ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എനിക്കൊന്ന് ഫ്യൂവൽ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ റൈറ്റ് എടുക്കും. റൈറ്റ് എടുത്താൽ മൂവാറ്റുപുഴ റൂട്ട് പോകും. സ്ട്രെയിറ്റ് ആണെങ്കിൽ കോതമംഗലം റൂട്ട്. ആനയാടിക്കുത്തിലോട്ട് പോകാൻ നമുക്ക് 2 റൂട്ടും യൂസ് ചെയ്യാം. മൂവാറ്റുപുഴയിൽ നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ജോയിൻ ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ മൂവാറ്റുപുഴ റൂട്ട് എടുക്കുന്നു എന്നുള്ളൂ. എനിക്ക് ഇവിടെ നിന്ന് ഫ്യൂവൽ ഫില്ല് ചെയ്യണം. റൈറ്റ് ലൈനിൽ നിന്ന് വരുന്ന ഫ്രണ്ട്സ് എല്ലാവരും
അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമാണ് ഇപ്പം ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് ഇഡ്ഡലി ഷോപ്പ് വരുന്നത്. പ്ലാനിലൊരു ചെറിയൊരു ചേഞ്ച്. ഇഡ്ഡലി ഷോപ്പിൽ നല്ല തിരക്ക്. ഇവിടെ നിന്നിപ്പോൾ എല്ലാ ഫ്രണ്ട്സും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ രാവിലെ തന്നെ മട്ടൻ കിട്ടുന്നൊരു ഷോപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മട്ടൻ എന്ന് കേട്ടപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ്. ലൊക്കേഷൻ ഫ്രണ്ടിൽ പോകുന്ന ആൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ട്. അവിടെ പോയിട്ട് മട്ടൻ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഫൈനലി നമ്മൾ കട കണ്ടുപിടിച്ചിട്ടുണ്ട്. പാരീസ്, ഹോട്ടൽ പാരീസിലാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത്. ഇവിടുന്ന് ഞാൻ ഒരു പ്രാവശ്യം മട്ടൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അങ്ങനെ പാരീസ് ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇനിയിപ്പോൾ ഉള്ളത് നേരെ ആനച്ചാടിക്കുത്തിലോട്ടാണ്. ഇവിടുന്ന് പോത്താനിക്കാട് വഴിയാണ് നമ്മൾ ആനച്ചാടിക്കുത്തിലോട്ട് പോകാൻ പോകുന്നത്. ഈ റൂട്ട് ഞാൻ ആദ്യമായിട്ടാണ് ആക്ച്വലി എക്സ്പ്ലോർ ചെയ്യുന്നത്. അതുകൊണ്ട് വഴിയും ലൊക്കേഷനൊക്കെ എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. നമുക്ക് ആനച്ചാടിക്കുത്തിലോട്ട് നമുക്ക് 3 വഴി വരാം. നമുക്കൊന്നില്ലെങ്കിൽ നമുക്ക് പെരുമ്പാവൂരിൽ നിന്ന് കോതമംഗലം കയറി ആ വഴി വരാം. അതല്ലെങ്കിൽ മൂവാറ്റുപുഴ ഇപ്പോൾ പോകുന്ന റൂട്ട് പോവാം. അതല്ലെങ്കിൽ നമുക്ക് നേരെ തൊടുപുഴ പിടിച്ചിട്ട്, അതായത് മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴ എന്നിട്ട് അവിടെ നിന്ന് ആനച്ചാടിക്കുത്തിലോട്ട് പോവാം. ഇന്ന് നമ്മൾ 8 പേരാണ് റൈഡിനുള്ളത്. റോഡ് കുറച്ചൊന്ന് ചെറുതായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ടൗൺ ഏരിയ ആണ്, ജംഗ്ഷൻസ് ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം സൂക്ഷിച്ച് വേണം നമ്മൾ ഓടിക്കാൻ. കാരണം എവിടുന്ന ആൾക്കാരൊക്കെ വരിക എന്നുള്ളതിന് നമുക്കൊരു ഐഡിയ ഇല്ല. മുന്നോട്ട് പോകും തോറും കർവ് റോഡാണെന്ന് തോന്നുന്നു. നാരോ റോഡ്സും കർവൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു റൂട്ട് പോലെയാണ് നമുക്കിപ്പോൾ കണ്ടിട്ട് തോന്നുന്നത്. അത്യാവശ്യം കർവും കാര്യങ്ങളൊക്കെ നമ്മൾ കിട്ടിയായിരുന്നു. അത്യാവശ്യം നല്ല കുറേ കർവുകൾ നമുക്കിവിടെ കിട്ടിയായിരുന്നു. കർവൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു റോഡാണ്. റോഡും വലിയ മോശമില്ല ഇതുവരെ വന്നിട്ട്. റോഡൊന്ന് ചെറുതാണ് എന്നുള്ളത് മാത്രമാണൊരു പോരായ്മ ഉള്ളത്. ഇത് അത്യാവശ്യം ക്രൗഡഡ് ഏരിയയാണ്. ട്രാഫിക്കും ഉണ്ട്. പിന്നെ ഒരു വണ്ടിക്ക് പോകാനുള്ളൊരു നാരോ റോഡാണുള്ളത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കുറച്ച് റബ്ബർ പ്ലാന്റേഷനൊക്കെ കാണാം. അതുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു തണുത്ത കാറ്റ് വരുന്നുണ്ട്. ഒരു നല്ലൊരു വെതറാണിപ്പോൾ ഉള്ളത്. മോർണിംഗ് മഴയായിരുന്നെങ്കിലും
മോർണിംഗ് മഴയായിരുന്നെങ്കിലും ഇപ്പോൾ അത്യാവശ്യം ഒരു മൂടി നിൽക്കുകയാണ്. ഇപ്പോൾ മഴയുടെ ലക്ഷണങ്ങളൊന്നുമില്ല. മഴ ഉണ്ടാവില്ല എന്ന് പറയാനും പറ്റില്ല. ആ ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് വരുമ്പോൾ നമുക്കൊരു 20 കിലോമീറ്ററാണ് ആനയാടിക്കുത്തിലോട്ടുള്ളത്. ആനയാടിക്കുത്തിൽ നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത് അത്യാവശ്യം നല്ലൊരു കർവാണ്. ഓക്കെ, ആനയാടിക്കുത്തിൽ നമുക്ക് വാട്ടർഫോളാണ്. ആനയാടിക്കുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളച്ചാട്ടമാണ്. അതായത് ഈ ആനയാടിക്കുത്ത് എന്നുള്ളൊരു പേര് വരാൻ കുറച്ച് രസകരമായുള്ള സ്റ്റോറീസൊക്കെ കേട്ടായിരുന്നു. നല്ലൊരു റോഡ്. ആ കർവ് കഴിഞ്ഞും തോന്നുന്നു. റോഡ് രക്ഷയില്ല കേട്ടോ, നല്ല റോഡ്. ബട്ട് കുറച്ച് മഴ കിട്ടിയിട്ടുണ്ട് ഇവിടെ, അതുകൊണ്ട് കുറച്ച് സ്ലിപ്പറി ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോഷനിൽ വേണം നമ്മൾ ഓടിക്കാൻ. ഇനി ഇത്ര നേരം ഇത്ര വെറ്റല്ലായിരുന്നു കണ്ടീഷൻ. ഇപ്പോൾ ഇവിടെ വെറ്റായിട്ടാണ് കിടക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ഗ്രിപ്പ് കുറയാനുള്ളൊരു ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റേതായൊരു പ്രിക്കോഷനിൽ വേണം ഇനി വണ്ടി ഓടിക്കാൻ. അത് നല്ലൊരു സ്ട്രെച്ചായിരുന്നു, അത് കഴിഞ്ഞു തോന്നുന്നു. ഇപ്പോൾ നമ്മൾ പോത്താനിക്കാട് എത്തിയിട്ടുണ്ട്. പോത്താനിക്കാട് ജംഗ്ഷനാണത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ആനയാടിക്കുത്ത് എന്ന് പറഞ്ഞ ഈ പേര് വരാൻ മെയിനായിട്ടുള്ള കാര്യം, ഒരു ആന ആ ഒരു മലയുടെ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്ന് വഴുതി താഴോട്ട് വീണു. അതിനുശേഷമാണ് ആന ചാടിക്കുത്ത് ഇന്ന് 2 പേരിലാണിത് മെയിൻലി അറിയപ്പെടുന്നത്. ഇപ്പം നമ്മൾ പൈങ്ങോട് എന്നുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ റോഡെല്ലാം ഏകദേശം നമ്മളിപ്പോൾ കണ്ട പോലത്തെ റോഡുകളൊക്കെ തന്നെയാണ്. ബട്ട് കുറച്ച് വെറ്റായതുകൊണ്ട് നമുക്കൊരു ചെറിയ കോൺഫിഡൻസ് കുറവുണ്ട്. എൻ്റെ ഈ വണ്ടിക്ക് കോർണറിങ് അത്ര ഈസി അല്ല, കാരണം കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. പണ്ട് CBR എനിക്ക് ഉണ്ടായിരുന്ന ടൈമിൽ കോർണറിന് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. ബട്ട് ഇതിനകത്ത് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. പിന്നെ ഇതിനകത്തുള്ളത് സ്റ്റോക്ക് ടയേഴ്സാണ്. മേ ബി അതിൻ്റേതായൊരു പ്രോബ്ലം ആയിരിക്കാം. സ്റ്റോക്ക് ടയേഴ്സ് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. ചുറ്റിനും നമുക്കൊരു റബ്ബർ പ്ലാന്റേഷനും അങ്ങനെയുള്ള കുറച്ച് ഏരിയ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന ഫീലൊക്കെ കിട്ടിയായിരുന്നു കുറച്ച് മുമ്പ്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് മഴ പെയ്തിട്ടുണ്ട്.
ഓ മൈ ഗോഡ്, ഫ്രണ്ടിലോട്ട് നോക്കിയാൽ നല്ല രീതിയിൽ മഴക്കാറ് കാണാം നമുക്ക്. കോടയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ മഴ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പതുക്കെ ബൈക്കൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് റെയിൻ കോട്ടൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മളിവിടുന്ന് റെയിൻ കോട്ടൊക്കെ ഇട്ട് സെറ്റായി പതുക്കെ പോകാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബൈക്ക് ഇഷ്ടപ്പെടുന്നൊരു ആൾ വന്നിട്ട് വണ്ടിയെ കണ്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡായി. അങ്ങനെ പുള്ളി ഓരോ വണ്ടിയും റിവ്യൂ ചെയ്യാനൊക്കെ പറഞ്ഞു. പഴയ നമ്മുടെ കാലമൊക്കെ ഓർമ്മ വന്നു. ഇതുപോലെയായിരുന്നു നമ്മൾ പല വണ്ടികളും കാണുമ്പോൾ അത് ആഗ്രഹിച്ച് നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പല വണ്ടികളും കാണാനുള്ള അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റൈഡ് ചെറുതായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. മഴയും കൂടി പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ റോഡ് വെറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ ലൊക്കേഷനൊക്കെ കാണാൻ ഒരു രക്ഷയില്ല, നല്ല ഭംഗിയുണ്ട്. ഫുൾ കാട് പോലത്തെ ഒരു വൈബാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പക്ഷേ കോർണറിങ്ങൊക്കെ ഒരു ചെറിയ സൂക്ഷിച്ച് വേണം ഇവിടെ എടുക്കാൻ. ഓ വാവ് മാൻ, ഇറ്റ്സ് അമേസിങ്. ഓ ഈ ഒരു വ്യൂ അടിപൊളിയാണ്. അവിടെ നിന്ന് ദൂരെ നോക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അവിടെ വെസ്റ്റേൺ കട്ട്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. വാവ്. ആഞ്ഞാടിക്കുത്ത് വാട്ടർഫോൾ എത്താനായിട്ടുണ്ട്. ആഞ്ഞാടിക്കുത്ത് വാട്ടർഫോൾ നമുക്ക് ഇതിനകത്ത് 2 ഫേസ് ആണുള്ളത്. നമുക്ക് താഴെ പോകാനുള്ള ഓപ്ഷനുണ്ട്, മുകളിലോട്ട് പോകാനുള്ള ഓപ്ഷനുണ്ട്. അതായത് ഇവിടുന്ന് ലെഫ്റ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തെ പോർഷനിലോട്ടായിരിക്കും പോവുക. അതല്ല കുറച്ചുകൂടി പോയി കഴിയുമ്പോഴേക്ക് ഒരു സീ ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കാനാണെങ്കിൽ നമുക്ക് അവിടെ വണ്ടി വെച്ചിട്ട് മുകളിലോട്ട് കയറണം. ആ ഒരു പോർഷനിലോട്ടായിരിക്കും നമുക്ക് പോകാൻ പറ്റുക. ഇവിടെ വെച്ചാലോ? ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ഇവിടെ പേ ആൻഡ് പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പാണ്. കാരണം നമുക്കിവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടന്ന് വേണം ആഞ്ഞാടിക്കുത്തിലോട്ട് പോകാൻ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഹെൽമെറ്റ്സും ബാക്കി അയച്ചായിരുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വെച്ചിട്ട് നമുക്ക് നടന്ന് പോകാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ആഞ്ഞാടിക്കുത്തിലോട്ട് മുകളിലോട്ടാണ് കയറുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നടന്ന് കയറാൻ വേണ്ടിയിട്ട് ഓഫ് റോഡ് വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയായിട്ട് തന്നെ കയറി പോകാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനുണ്ട്. ജീപ്പും ഇതൊക്കെ വേണമെങ്കിൽ താഴെ നിന്ന് കുളിക്കാവുന്നതാണ്. സോ ഇവിടെ നമുക്ക് അത്യാവശ്യം വന്നാൽ കുളിക്കാനൊക്കെ പറ്റുന്നൊരു സെറ്റപ്പ് ഉള്ളതാണ്. അത് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നമുക്കൊരു ദിവസം 1 ഡേ ട്രിപ്പായിട്ട് വന്ന് പോകാൻ പറ്റിയ ഒരു ഏരിയയാണിത്. ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് പോവാം. ഞങ്ങൾ ഓൾമോസ്റ്റ് കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. ഇനി നേരിട്ട് പോവാണ്. അപ്പോൾ ഓക്കെ.